വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം ഇരുമ്പിളിയം എടയൂർ വളാഞ്ചേരി കുടിവെള്ള പദ്ധതി അടുത്ത വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യും. കുടിവെള്ള പദ്ധതികളുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി പൂക്കാട്ടിരിയിലെ ടാങ്ക് നിർമ്മാണ സ്ഥലത്ത് ആബിദ് ഹുസൈൻ തങ്ങൾ MLA സന്ദർശനം നടത്തി. ഇരുമ്പിളിയം പഞ്ചായത്തിലെ മങ്കേരിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 36 ലക്ഷം ലിറ്ററും പൂക്കാട്ടിരി സഫ കോളേജിന് സമീപമുള്ള ടാങ്കിന് 23 ലക്ഷം ലിറ്ററും സംഭരണ ശേഷിയാണുള്ളത്. മങ്കേരിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പൂക്കാട്ടിരിയിലെ ജലസംഭരണിയിലേക്കുള്ള 8.5 കിലോമീറ്ററോളം ദൂരത്തിൽ മെയിൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരു പ്ലാന്റും അടുത്ത വർഷത്തോടെ കമ്മീഷൻ ചെയ്യും. പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും MLA ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ഇനിയും അവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ തടയണയും മറ്റനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പോഴേ ഏറ്റവും നല്ല നിലക്ക് ഇത് വെള്ളം മറ്റുള്ള ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ 75 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിയത്. ജനങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കാനാകുമെന്ന തരത്തിൽ പദ്ധതിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 2010-2015 കാലയളവിലെ പഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ള പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. ന്യൂസ് 18 തിരൂർ. വളാഞ്ചേരി കുടിവെള്ള പദ്ധതി അടുത്ത വർഷം കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതിനായി കാനകളുടെയും ഓടകളുടെയും നവീകരണം ഉടൻ പൂർത്തിയാക്കും. PWDയുടെ ഭൂമി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തൊട്ടടുത്ത ദിവസം PWD വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇപ്പൊ PWDയുടെ കാനകൾ വൃത്തിയാക്കുന്നതിന്റെ ചുമതല ആക്ട് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ. ടാങ്കർ ലോറികൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ഭീതിയിലാണ് വടകര അഴിയൂർ മേഖലയിലുള്ളവർ. കഴിഞ്ഞ ദിവസം ഇവിടെ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു. അഴിയൂരിനും വടകരയ്ക്കുമിടയിൽ ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ഇതുവരെ 3 ടാങ്കറുകളാണ് ഇവിടെ മറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയിലാണ് ദേശീയപാതയോരത്ത് കഴിയുന്നവർ. ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും അശ്രദ്ധ ഒഴിവാക്കാൻ പോലീസ് ബോധവൽക്കരണം നടത്താൻ ശ്രമം നടത്തുന്നുണ്ട്. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം നൈറ്റുകളിലൊക്കെ ഉള്ള ഡ്രൈവർമാരെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അവർ ഉപദേശിച്ചു വിടണം എന്നുള്ള രീതിയിലാണ്. വടകരയ്ക്കും ചോമ്പാലയ്ക്കുമിടയിൽ ദേശീയപാതയിൽ അധികം വളവുകളില്ല. വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതിന് ഇത് ഇടയാക്കുന്നുണ്ട്. അപകട സാധ്യതാ മുന്നറിയിപ്പ് ടാങ്കർ ലോറി ഡ്രൈവർമാർക്ക് നൽകണമെന്ന നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറി മറ്റൊരു ലോറിയെ ഇടിച്ചിട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട് ദേശീയപാതയിൽ നിന്ന് തന്നെ താഴെ റോഡിലേക്ക് വീണത്. ന്യൂസ് 18 വടകര. ആറ്റിങ്ങലിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ആലങ്കോട് വീക്ഷണം കൈത്തറി നെയ്ത്ത് സംഘം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നടപടി നീളുന്നു. പ്രവർത്തന മൂലധനം നഷ്ടപ്പെട്ട സംഘം 18 വർഷം മുമ്പാണ് അടച്ചുപൂട്ടിയത്. ആറ്റിങ്ങൽ ആലങ്കോട് ദേശീയപാതയിൽ നിന്നും 1/2 കിലോമീറ്റർ അകലം 70 സെന്റ് ഭൂമിയിലാണ് വീക്ഷണം കൈത്തറി നെയ്ത്ത് സംഘം. വ്യവസായ വകുപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു പ്രവർത്തനം. 100 കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഭൂമിയും കെട്ടിടങ്ങളും കാട് കയറി നാശത്തിന്റെ വക്കിലായതോടെ നാട്ടുകാർ ഇടപെട്ടു. 2017 സംഘം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രത്യേക യോഗവും ചേർന്നു. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 70 വർഷം മുൻപ് സംഘം 6 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതിപ്പോൾ പലിശ ഉൾപ്പെടെ 36 ലക്ഷം രൂപയുടെ ബാധ്യതയായി കഴിഞ്ഞു. കൂടാതെ ഓഡിറ്റ് ഫീസ്, ക്ഷേമനിധി, തൊഴിൽ നികുതി, വൈദ്യുതി ചാർജ്, വെള്ളക്കരം, EPF, നഗരസഭയുടെ നികുതി എന്നിവയ്ക്കും കുടിശ്ശികയുണ്ട്. ഇത്തരം ബാധ്യതകളാണ് സംഘം തുറക്കുന്നതിനുള്ള പ്രധാന തടസ്സം. പല ഭരണ സംവിധാനങ്ങൾ വന്നിട്ട് പോലും ഇത് തുറന്നു പ്രവർത്തിപ്പിക്കാനോ ഇതിന് മെയിൻ്റനൻസ് ചെയ്ത് പുനഃസ്ഥാപിക്കാനോ ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭ പരിധിയിൽ വരുന്ന ഈ വീക്ഷണം കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം എത്രയും പെട്ടെന്ന് ഇത് തുടർന്ന് പ്രവർത്തിപ്പിച്ച് ഇതിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് യുവതിയുവാക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ തലത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടികൾ വില വരുന്ന ഭൂമിയും കെട്ടിടങ്ങളും ഉപകരണങ്ങളും നശിക്കും. തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചാലും നിരവധി പേർക്ക് പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ കാലം കടന്നു പോകുന്തോറും ബാധ്യതകൾ ഏറുകയും സംഘത്തെ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യും. ന്യൂസ് 18 ആറ്റിങ്ങൽ.
ചാലിയാർ ഇരുവഴിഞ്ഞി പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് കൃഷിനാശമുണ്ടായത്. വാഴ, കപ്പ, നെല്ല് തുടങ്ങിയവയാണ് വെള്ളം കയറി നശിച്ചത്. ലോൺ എടുത്തും മറ്റും ചെയ്ത കൃഷി വെള്ളം കയറി നശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ഇടയിൽ കാറ്റും മഴയും അടിച്ച കാരണം വാഴകളും ഒടിഞ്ഞിട്ടുണ്ട്. കൂടാതെ വെള്ളം കവിഞ്ഞു വീഴുകയാണ്. കൂടാതെ കുറേ നഷ്ടങ്ങളാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും മറ്റുമാണ് ഞങ്ങൾ ഇത് ഉപജീവനം നടത്തുന്നത്, കൃഷി ചെയ്യുന്നതും. കടുവയുടെ ആക്രമണത്തിൽ നട്ടം തിരിഞ്ഞ ഇടുക്കിയിലെ തോട്ടം മേഖലയും ക്ഷീര കർഷകരും. ഒരു വർഷത്തിനിടയിൽ മൂന്നാറിലെ എസ്റ്റേറ്റ് പ്രദേശങ്ങളിൽ കടുവയുടെ ആക്രമണത്തിൽ 30ഓളം വളർത്തുമൃഗങ്ങളാണ് ചത്തത്. കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും നടപ്പാക്കി കൊല്ലപ്പെട്ടവയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം. തോട്ടം മേഖലയായ മൂന്നാറിലെ എസ്റ്റേറ്റുകളിൽ കടുവയുടെ ആക്രമണം പതിവാണ്. ഒരു വർഷത്തിനിടയിൽ തോട്ടം തൊഴിലാളികളായ ക്ഷീര കർഷകരുടെ 30ഓളം പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. കഴിഞ്ഞ ദിവസം ലോക്കാട് എസ്റ്റേറ്റിലെ കാളിയമ്മയുടെ 3 പശുക്കൾ ചത്തിരുന്നു. ജീവിതമാർഗമായ കന്നുകാലികൾ നഷ്ടമായതോടെ ആശങ്കയിലാണ് മേഖലയിലെ ക്ഷീര കർഷകർ. இன்னைக்கு இது நடந்தது என் வீட்டில் ஒரு துட்டி என் பிள்ளைகளில் ஒரு ஆள் தான் இது. நான் எல்லாரையும் தான் மாடத்தான் பார்ப்பீங்க. இது என் உயிர். இது போனது பயங்கர எங்களுக்கு வரும். அது என்ன சொல்கிறது, என்னாலாம் സഹിച്ചിക്കவே முடியல. ഇവിടെ റേഞ്ചർ ഓഫീസറോ DFO വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ആളില്ല. ഈ മാസം മാത്രം 31 പശുക്കളെയാണ് ഈ പുലി ആക്രമണത്തിൽ കൂടി ചത്തിരിക്കുന്നത്. പശുക്കൾ ചത്തത് മൂലം പാൽ സംഭരണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. പ്രതിദിനം 5600 ലിറ്റർ സംഭരിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4500 ലിറ്റർ മാത്രമാണ് ലഭിക്കുന്നത്. ക്ഷീരകർഷകരുടെ പ്രതിസന്ധി വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ന്യൂസ് 18 മൂന്നാർ. വന്യജീവി ആക്രമണത്തിൽ നിന്നും എസ്റ്റേറ്റ് പ്രദേശത്തുള്ള തൊഴിലാളികളുടെ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. വനം വന്യജീവി വകുപ്പിന്റെ മൂന്നാറിലെ ഓഫീസിന് മുന്നിലായിരുന്നു സമരം. മുൻ MLA AK മണി സമരം ഉദ്ഘാടനം ചെയ്തു. കന്നുകാലികളെ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗവൺമെന്റ് കോൺട്രാക്ടർമാർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം TA ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുമരാമത്ത് ഓഫീസുകളുടെയും മുന്നിൽ നടന്ന സമരത്തിന്റെ ഭാഗമായാണിത്. നിർമ്മാണ മേഖല സംരക്ഷിക്കുക, ടാറിന്റെ വിലവ്യത്യാസം അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് രാജു സെബാസ്റ്റ്യൻ, KM ജോസഫ്, PD അനിൽകുമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ? വോട്ടിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ പാട്ടിനെ കുറിച്ചും. നമസ്കാരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാമ്യമോ കസ്റ്റഡിയോ? ട്രംപിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ വമ്പിനെ കുറിച്ചും. 100 കോടി വ്യൂസും കടന്ന യൂട്യൂബിൽ രാജ്യത്ത് ഇന്ധനവില ഐസലിൽ ഹൈദരാബാദ് സകല വാർത്തകളും അറിഞ്ഞ് ഒരു ദിവസം തുടങ്ങാൻ 1.5 മണിക്കൂർ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക്. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പച്ചയായ ചൂടുള്ള മധുരമുള്ള ശക്തമായ ചുവടുറപ്പുള്ള വാർത്തകൾ. നാട്ടുവർത്തമാനം. 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 ഓരോ നാടിന്റെയും മനോഹരമായ കാഴ്ചകൾ. സ്വർണ്ണത്തിളക്കമുള്ള വയൽനാട്. വയലാർ പ്രണയിച്ച പെരിയാർ. നല്ല ചൂടുള്ള മധുരമുള്ള വാർത്തകൾ കത്രിക കട്ടില്ലാതെ. നാട്ടുവർത്തമാനം.
ന്യൂസ് 18 പരമ്പര വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡും ലോക്ഡൌണും പ്രതിസന്ധിയിലാക്കിയ നിരവധി പേരുണ്ട്. കോട്ടയം പ്രാവട്ടം സ്വദേശി സജിക്ക് ഇത് തീരാ ദുരിതങ്ങളുടെ കാലമാണ്. അരയ്ക്ക് താഴെ തളർന്ന സജിയാണ് 4 മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ആകെയുള്ള ഈ സ്കൂട്ടർ തകരാറിലാണ്. ലോക്ക്ഡൌൺ മാറിയാലും ലോട്ടറി വിൽപ്പനയ്ക്ക് പോകാനാവില്ല. ഇനി ലോട്ടറി തുടങ്ങിയാലും ഏതെങ്കിലും അവരെ പോയി നിന്ന് വിൽപ്പന നടക്കുള്ളൂ. ഇരുന്ന് വിൽക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ അടുത്തേക്ക് ഈ ആൾക്കാർ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ നമ്മളോട് വന്ന ആൾക്കാർ ലോട്ടറി എടുക്കുന്നതും വലിയ പാടാണ്. കാരണം നമ്മൾ നടന്നു വിൽക്കുന്നതും ഇരുന്ന് വിൽക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് അതും ബുദ്ധിമുട്ടായിട്ടാണ് ഇനി പറയുന്നത്. എനിക്ക് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ മാത്രമേ ഇനി ലോട്ടറി കച്ചവടം നടക്കുകയുള്ളൂ. ലോട്ടറി വിറ്റ് ജീവിക്കാമെന്ന് കരുതിയാലും സമ്മതിക്കാത്ത ചിലരുണ്ട് സജിക്ക് മുന്നിൽ. ലോട്ടറി നമ്പർ തിരുത്തി പണം തട്ടിയവർ. 70-19 ആണ് 500 രൂപ പ്രൈസുള്ളത്. അവനത് എഴുതിക്കൊണ്ട് വന്നത് 79-19 അവൻ 0 ആക്കിയത്. 9 0 ആക്കി അവനെന്നെ കളിപ്പിച്ചുകൊണ്ട് 6000 രൂപ കൊണ്ടുപോയി. അവൻ്റെ പേര് പിന്നെ കേസ് കൊടുക്കാനോ നമ്പരോ വണ്ടിയില്ല. അവൻ്റെ ആ നമ്പറൊന്ന് അടിച്ചു നോക്കിയപ്പം പഴയൊരു വണ്ടിയുടെ നമ്പരാണ്. നിന്ന് പോയി ഒരു ആപ്പയുടെ നമ്പരാൻ പറ്റും അവൻ്റെ കൈ കിടന്നത്. പിന്നെ അവനൊന്നും പൊക്കാൻ പറ്റില്ല. എൻ്റെ 6000 രൂപ കൊണ്ട് അബു. പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടുന്ന ചെറിയ വരുമാനമാണ് ഇന്നീ കുടുംബത്തിന് ഏക ആശ്രയം. നല്ലവരായ മനുഷ്യർ നൽകുന്ന കരുതലും ഊർജമാണ്. പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനോ പിള്ളേർ പറയുന്ന കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാനൊന്നും ചേട്ടന് പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ചേട്ടന് കൂടുതലായിട്ടുണ്ട്, എനിക്കും ഉണ്ട്. പിള്ളേർ പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. സ്വന്തമായ ഒരു വീട്, ലോട്ടറി വിൽപ്പനയ്ക്ക് ഒരു സ്കൂട്ടർ, ഓൺലൈൻ കാലത്ത് മക്കൾക്ക് പഠിക്കാൻ ഒരു മൊബൈൽ കൂടി. ഈ കുഞ്ഞു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോവിഡ് ബാധിച്ച കുടുംബത്തിലെ 13 പശുക്കളുടെ പരിചരണം ഏറ്റെടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗം. കായംകുളം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് അംഗം മഠത്തിൽ ബിജുവാണ് പശുക്കളുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ദമ്പതികൾ മാത്രമുള്ള കുടുംബത്തിൽ ഭാര്യ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായി. ഭർത്താവ് നിരീക്ഷണത്തിലുമായി. ഇതോടെയാണ് വീട്ടിലെ 13 പശുക്കളുടെ സംരക്ഷണം മഠത്തിൽ ബിജു ഏറ്റെടുത്തത്. ഇവരുടെ വീട്ടിൽ 13 പശുക്കളാണുള്ളത്. കുടുംബത്തെ സഹായിക്കുകയെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബിജു പുലർച്ചെ 3-ന് ഇവരുടെ വീട്ടിലെത്തും. പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കും. അപ്പോഴേക്കും കറവക്കാരനെത്തും. പാൽ സൊസൈറ്റിയിൽ നൽകുന്ന ജോലിയും ബിജു തന്നെ ഏറ്റു. രാവിലെയും വൈകിട്ടുമായി 33 ലിറ്റർ പാലും സൊസൈറ്റിയിൽ എത്തിച്ചു കൊടുക്കുന്നു. ഞങ്ങളുടെ ഈ പരിചയക്കുറവ് കാരണം ഈ പാലുമൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കാൻ താമസിക്കുന്ന സ്ഥലത്തിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് പാലെടുക്കാൻ വരുന്ന വാഹനം വിട്ടുപോകുമ്പം ഞങ്ങൾ ഈ പാലുമായിട്ട് ഇവിടെ അടുത്തുള്ള വീണ്ടും ഒരു 4 കിലോമീറ്റർ 2-4 കിലോമീറ്റർ ദൂരത്തുള്ള മങ്കുഴി സൊസൈറ്റിയിൽ പോയാണ് ഈ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പശുവിന് പുല്ലും വൈക്കോലും എത്തിക്കാൻ നാട്ടുകാരും സഹായത്തിനായി എത്തി. ഇതോടെ ക്ഷീര കർഷകരുടെ കുടുംബവും സന്തോഷത്തിലായി. എന്തായാലും ബിജുവിന്റെ പ്രവൃത്തി ഒരു നാടിന്റെ അഭിമാനമാവുകയാണ്. ന്യൂസ് 18 കായംകുളം. വാക്സിനേഷൻ സംബന്ധിച്ച പ്രധാന പരാതി ബുക്കിംഗ് ലഭിക്കുന്നില്ല എന്നതാണ്. പലപ്പോഴും ഇതിനായി മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടിയും വരുന്നു. ഇതിന് പരിഹാരമാവുകയാണ് കൊച്ചി സ്വദേശിയായി വിദ്യാർത്ഥി വികസിപ്പിച്ചെടുത്ത വാക്സിൻ ഫൈൻഡർ ആപ്പ്. അംഗീകാരം ലഭിച്ചാൽ പ്ലേ സ്റ്റോറിലും ആപ്പ് ഉടനെത്തും. കോവിഡ് പ്രതിരോധ വാക്സിൻ ബുക്ക് ചെയ്യുന്നതിനായി ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഇന്റർനെറ്റും മറ്റ് സൗകര്യങ്ങളും അതിനുശേഷം മതി. വാക്സിൻ സ്ലോട്ട് ലഭിക്കാൻ അത്ര കണ്ട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഈ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് പനങ്ങാട് സ്വദേശിയായ അഭിഷേക്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 3-ാം വർഷ വിദ്യാർത്ഥിയായ അഭിഷേക് വികസിപ്പിച്ചെടുത്ത ആപ്പ് വഴി വളരെ എളുപ്പം വാക്സിൻ ബുക്ക് ചെയ്യാം. മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ വാക്സിൻ കണ്ടെത്തുന്നതും അറിയിക്കുന്നതുമെല്ലാം പിന്നെ ആപ്പിൻ്റെ ജോലിയാണ്. ഓരോ മിനിറ്റിലും കോവിൻ APIനെ ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കോവിൻ API ആയിട്ട് സിങ്ക് ചെയ്യും. അപ്പോൾ അത് ആ സിങ്ക് പ്രോസസ്സിൽ നമുക്ക് എത്രമാത്രം വാക്സിൻ സ്ലോട്ട്സ് ഉണ്ടെന്നും എത്രമാത്രം വാക്സിൻസ് ഓരോ ഡിസ്ട്രിക്റ്റിൽ അവൈലബിൾ ആണെന്നും അറിയാൻ സാധിക്കും. അപ്പോൾ എവിടെയെങ്കിലും, അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന പിൻകോഡിലുള്ള ഏതെങ്കിലും ഒരു വാക്സിനേഷൻ സെൻറ്ററിലോ ഡിസ്ട്രിക്റ്റിലുള്ള ഏതെങ്കിലും ഒരു വാക്സിനേഷൻ സെൻറ്ററിലോ വാക്സിൻ സ്ലോട്ട് അവൈലബിൾ ആണെന്ന് കണ്ടാൽ നമ്മുടെ ആപ്പ് ഒരു അലാറത്തിലൂടെ, നോട്ടിഫിക്കേഷനാണ്, അതിൻ്റെ സൗണ്ട് അലാറം ആയിരിക്കും, ഇതിലൂടെ നമ്മൾ അറിയിക്കും ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാമെന്ന്. ഗൂഗിളിന്റെ അനുമതി ലഭിച്ചാൽ ആപ്പ് ഉടൻ പ്ലേ സ്റ്റോറിലെത്തും. സ്വതന്ത്ര സോഫ്റ്റ്വെയർ മേഖലയിലാണ് താല്പര്യമെങ്കിലും അഭിഷേകിന്റെ കണ്ടെത്തലുകൾ പലതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ചെറുമോഡൽ,
ശബ്ദം കൊണ്ട് നിയന്ത്രിക്കാവുന്ന ചെസ് ബോർഡ്, കമ്പ്യൂട്ടർ 3D പ്രിന്റിംഗ് എന്നിവയെല്ലാം സ്വന്തമായി വികസിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിളിന്റെ കോഡിൻ എന്ന ഗ്ലോബൽ പ്രോഗ്രാമിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് അഭിഷേക്. അമേരിക്കയിലെ മേജർ ഹാക്കിംഗ് ലീഗ് ഫെലോഷിപ്പ് നേടിയ അഭിഷേക് ഫേസ്ബുക്കിന്റെ ഒരു പ്രൊജക്റ്റിലും ഇപ്പോൾ പങ്കെടുക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. നിലമ്പൂർ ഉൾവനത്തിലെ ആദിവാസി കോളനികളിൽ സഹായം എത്തിച്ച KGMOA മലപ്പുറം ജില്ലാ ഘടകം. മാഞ്ചേരി ചോലനായ്ക്കർക്കും മുണ്ടുകടവ് പതിനായകർ ട്രൈബൽ കോളനിയിലും മെഡിക്കൽ ക്യാമ്പ്, കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ്, സൗജന്യ വസ്ത്രക്കിറ്റ് വിതരണം നടത്തി. ഡോക്ടർ സത്യനാരായണന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു സേവനാചരണം. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിലാണ് വ്യാപാരി കൂട്ടായ്മയായ തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. ബാറുകളും ബിവറേജുകളും തുറക്കാൻ അനുമതി നൽകിയ സർക്കാർ വ്യാപാരികളെ അവഗണിക്കുന്നു എന്നാരോപിച്ചാണ് പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ വ്യാപാരികളുടെ കൂട്ടായ്മയായ തണൽ സംഘടന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ കടകൾക്കും പ്രവർത്തനാനുമതി നൽകണമെന്നും വ്യാപാരികൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും ഇവർ പറഞ്ഞു. മൊറട്ടോറിയം ഇല്ല, കറണ്ട് ബില്ലിന്റെ ഇളവുകൾ വന്നിട്ടില്ല. ഓരോ ദിവസം കഴിയുന്ന ഓരോ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, കടയിൽ സ്റ്റോക്ക് ഇറക്കിയതെല്ലാം ചെതല് പിടിച്ചു പോയ കടകളുണ്ട്. അതേപോലെ തന്നെ ഹോട്ടൽ മേഖല, കാറ്ററിംഗ് മേഖല എല്ലാം തകർന്നിരിക്കുകയാണ്. ഇത് സർക്കാർ ഇതിനൊരു പാക്കേജ് അടിയന്തരമായി പ്രഖ്യാപിച്ച് വ്യാപാരികളെ സംരക്ഷിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് തുറന്നു കാണിക്കും. കടക്കണിയിലായ വ്യാപാരികൾക്ക് വായ്പാ തിരിച്ചടവുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വ്യാപാരം സാധാരണ കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും വാടക കൊടുക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലാണെന്നും ഇവർ പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കടകൾ പ്രവർത്തിപ്പിക്കാമെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഇന്ത്യയുടെ വീരനായകന്മാർക്ക് സ്വന്തമായി തയ്യാറാക്കിയ കോവിഡ് പ്രതിജ്ഞയിലൂടെ വരകൾ കൊണ്ട് ആദരവൊരുക്കുകയാണ് കൊല്ലം നീണ്ടകര സ്വദേശി ഭവീണ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരവും ഭവീണയെ തേടിയെത്തി. ചെറുപ്പം മുതലേ ചിത്രകലയിൽ അഭിരുചിയുണ്ടായിരുന്ന ഭവീണ കോവിഡിന്റെ 2ാം തരംഗത്തിൽ വീട്ടിലിരിപ്പായതോടെയാണ് സ്വന്തമായി തയ്യാറാക്കിയ കോവിഡ് പ്രതിജ്ഞയിലെ വാക്കുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ വീരനായകന്മാരുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ തീരുമാനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുടെ ടൈപ്പോഗ്രാഫിക് പോർട്രേറ്റ് ഭവീണ തയ്യാറാക്കി. ഇതോടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഭവീണയെ തേടിയെത്തി. സാഹചര്യം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്ത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്ലെഡ്ജ് പ്രിപ്പയർ ചെയ്ത് ടൈപ്പോഗ്രാഫിക് മെത്തേഡിലൂടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പോർട്രേറ്റ് വരച്ച് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ അവർക്ക് അത് അയച്ചപ്പോൾ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നു. 7 ദിവസത്തിനുള്ളിൽ ചെയ്ത വർക്ക് അയച്ചു കൊടുക്കണമായിരുന്നു. കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെ ചെയ്യണം, വീഡിയോ എടുക്കേണ്ടത്, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടൊക്കെ ആയിരുന്നു വീഡിയോ എടുക്കേണ്ടത്. അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഭവീണ പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത്. പ്രാദേശിക ഭാഷകൾ റെക്കോർഡിന് അംഗീകരിക്കില്ല എന്നതായിരുന്നു അതിന് കാരണം. ലോക്ക്ഡൌൺ സമയങ്ങളിൽ ഓരോ വ്യക്തികളുടെയും കഴിവുകളെ പരിപോഷിപ്പിച്ച് പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കണമെന്നാണ് ഭവീണ നൽകുന്ന സന്ദേശം. എല്ലാവരിലും ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു കഴിവുണ്ടാവും. ആ ഒരു കഴിവിനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ഇതിനെ കാണുക. നമ്മുടെ ചുറ്റിലും ഉള്ളവരിൽ കുറേ പേരെങ്കിലും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് നമ്മുടെ ഉള്ള കഴിവുകളെ ഉണർത്തിയെടുത്ത് ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ MA പൂർത്തിയാക്കിയ ഭവീണ ഇപ്പോൾ PG ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. കൊല്ലം പുത്തൻതുറ തറയിൽ പുത്തൻ വീട്ടിൽ വിമുക്ത ഭടനായ ഭവീന്ദ്രരത്നന്റെയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മോളി ഭവ്യന്റെയും മകളാണ്. രോഹിത് B രത്നമാണ് സഹോദരൻ. ന്യൂസ് 18 നീണ്ടകര. കാർഷിക കേരളം. വീട്ടുമുറ്റം മുന്തിരിത്തോപ്പാക്കി മാറ്റിയിരിക്കുകയാണ് കൊടുവള്ളി എളേറ്റിൽ സ്വദേശി അബ്ദുൽ ഖാദർ. കടകളിലേക്ക് എത്തിച്ച മുന്തിരിപ്പെട്ടിയിൽ നിന്നുള്ള വള്ളിയാണ് നട്ടുവളർത്തിയത്. പരീക്ഷണം വിജയിച്ചതോടെ 10 സെന്റിൽ മുന്തിരി കൃഷി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അബ്ദുൽ ഖാദർ. എളേറ്റിൽ വട്ടോളി കിഴക്കേപ്പുരയിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമുറ്റത്തെ മുന്തിരിത്തോപ്പാണിത്.
മുറ്റം നിറയെ പന്തലിച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികളിൽ പഴുത്തതും പഴുക്കാറായതുമായ മുന്തിരിക്കുലകൾ. 5 വർഷം മുൻപാണ് അബ്ദുൽ ഖാദർ വീട്ടുമുറ്റത്ത് മുന്തിരിവള്ളി നട്ടത്. ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് മുന്തിയ ഇനം വള്ളി വാങ്ങിയതല്ല എന്നതാണ് വിചിത്രം. കടകളിലേക്ക് എത്തിയ മുന്തിരിപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന വള്ളികളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടുമുറ്റത്ത് നട്ടത്. 5 വള്ളികൾ പടർന്ന് പന്തലിച്ചു. ഇത് നമ്മൾ വള്ളി കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നോ, കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാ. മുന്തിരി വരുന്ന അതിൻ്റെ മുകളിൽ പെട്ടിൻ്റെ മുകളിലുണ്ടാവും. അങ്ങനെ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നട്ടുണ്ടാക്കിയെടുത്താവും. 2-3 ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിലിപ്പോൾ ഒരു ഐറ്റംസാണ് കായ്ച്ചത്. ഇത് നമുക്ക് നല്ല വിളവുണ്ടാക്കാൻ കഴിയും. ഒരു വർഷത്തിൽ 3 തവണയാണ് മുന്തിരി കായ്ക്കുന്നത്. മികച്ച വിളവ് ലഭിക്കുമെന്നതിനാൽ കൃഷി ലാഭകരമാണ്. വിഷം കലരാത്ത മുന്തിരി കൂടുതൽ വിളയിച്ചെടുക്കാനാണ് അബ്ദുൽ ഖാദർ ആലോചിക്കുന്നത്. ഇതിനായി 10 സെന്റിൽ മുന്തിരിവള്ളികൾ നട്ടുപിടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 താമരശ്ശേരി. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ വീടിന്റെ ടെറസിൽ ഞാറ്റടി ഒരുക്കി നെൽകർഷകൻ. ആലത്തൂർ എരുമയൂരിലെ അപ്പുക്കുട്ടനാണ് കാട്ടുപന്നികളുടെ സഹികെട്ട് പുതിയ പരീക്ഷണത്തിന് മുതിർന്നത്. നെൽകൃഷിക്കായി ഞാറ്റടി ഉണ്ടാക്കുമ്പോഴെല്ലാം കാട്ടുപന്നി കുത്തിക്കളയും. ഒടുവിൽ സഹികെട്ടാണ് ആലത്തൂർ എരുമയൂർ സ്വദേശി അപ്പുക്കുട്ടൻ ഒരു പരീക്ഷണമെന്ന നിലയിൽ വീടിന്റെ ടെറസിന് മുകളിൽ ഞാറ്റടി തയ്യാറാക്കിയത്. പ്ലാസ്റ്റിക് ട്രേയിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച് അതിൽ ഞാറ് മുളപ്പിച്ചു. 2.5 ഏക്കർ സ്ഥലത്തെ കൃഷിക്കായുള്ള ഞാറാണ് ഇങ്ങനെ മുളപ്പിച്ചെടുത്തത്. എന്തായാലും പരീക്ഷണം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് അപ്പുക്കുട്ടൻ. അപ്പോൾ ടെറസിന് മുകളിൽ ചെയ്യാൻ അവിടെ മൃഗങ്ങൾ പന്നി ഉണ്ടാവില്ല, മയിലുണ്ടാവില്ല, ഒന്നും വരില്ല. നമുക്കിത് നോക്കാൻ പറ്റും. കൃത്യസമയത്ത് അത് നനച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ നനച്ചതൊക്കെ നമ്മുടെ കുട്ടികളും കുടുംബക്കാരും തന്നെയാണ്, വീട്ടിലുള്ളവരൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നനച്ച് നോക്കുമ്പോൾ അത് ആ ഞാറ് ഒരു ട്രേയിൽ 250 ഗ്രാം വിത്ത് ഒരു ട്രേയിലിട്ട് 1 കിലോ ഈ മിശ്രിതവും കൂടിയിട്ട് നിരത്തിയിട്ടാണ് ഞാറ് പാകിയത്. ഞാറ് പാകിയപ്പോഴത്തേക്ക് 16 ദിവസം ആകുമ്പോഴേക്കും നല്ല വളർച്ചയെത്തി. നല്ല ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞ നല്ല അലകതിടവുള്ള ഞാറാണ്. അതുപോലെ തന്നെ ഒരു നുരി, ഇപ്പം ഞാൻ ഇന്നലെ കുറച്ച് നട്ടു എൻ്റെ പാടം തന്നെ ഈ ഞാറ് ഉപയോഗിച്ചിട്ട്. ഒരു നുരിയിൽ 12-13 എണ്ണം വരുന്നുള്ളൂ. അതേ വരാൻ പാടുള്ളൂ. 8 മുതൽ 12 വരെ വെക്കാം. അതിൽ 12-13 വരുന്നുണ്ട്. 30 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ നീളവുമുള്ള ട്രേകളിലാണ് ഞാറ് പാകിയത്. പാടത്തെ ഞാറ്റടിയേക്കാൾ എളുപ്പത്തിൽ നടാൻ കഴിയും എന്നതും ആശ്വാസമാണ്. പരീക്ഷണം വിജയിച്ചതിനാൽ മറ്റ് കർഷകർക്ക് കൂടി അനുകരിക്കാവുന്നതാണെന്ന് അപ്പുക്കുട്ടൻ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം വളാഞ്ചേരിയിൽ സഹസ്രദള പത്മം വിരിഞ്ഞു. കേരളത്തിലെ കാലാവസ്ഥയിൽ അപൂർവമായി വിരിയുന്ന സഹസ്രദള പത്മം മലപ്പുറത്തെ ദമ്പതികളായ പള്ളിയാലിൽ അബ്ദുൾ നാസറും ഭാര്യ ആരിഫയുമാണ് നട്ടുവളർത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ ഓൺലൈൻ വഴി കൊൽക്കത്തയിൽ നിന്നാണ് അബ്ദുൾ നാസർ സഹസ്രദള പത്മത്തിന്റെ കിഴങ്ങ് വരുത്തിയത്. തന്റെ ഗ്രീൻ വേൾഡ് അഗ്രോഫാമിലെ ചെറിയ കുളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു ഇത് വളർത്തിയത്. 15 താമരകളും ആമ്പലുകളുമുള്ള ഈ നഴ്സറിയിൽ 1000 ഇതളുകളുള്ള താമര തലയെടുപ്പോടെ നിൽക്കുകയാണ്. കേരളത്തിലെ 3ാമത്തെയും ജില്ലയിൽ ആദ്യത്തേതുമാണ് നാസറിന്റെ നഴ്സറിയിലെ ഈ ഇനം. ഹിന്ദുമത വിശ്വാസപ്രകാരം ബ്രഹ്മാവിന്റെ ഇരിപ്പിടമാണ് സഹസ്രദള പത്മം. സഹസ്രദള പത്മം അൾട്ടിമേറ്റ് 1000 പെറ്റൽ അഥവാ പിന്നെ സയൻറ്റിഫിക് നെയിം അതിൻ്റെ സിൻസാൻ കൊയൻബാൻ എന്ന് പറയുന്ന ഐറ്റമാണ്. വളരെ അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ വിരിഞ്ഞിട്ടുള്ളതാണ്. 3ാമത്തെ ആയിട്ടാണ് നമുക്കിവിടെ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ആദ്യമാണ്. അപ്പോൾ ഇത് പിന്നെ ആദ്യം നമ്മൾ ചെറിയ പോട്ടിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിൽ നിന്നൊരു റണ്ണർ പറിച്ച് നട്ടതായിരുന്നു. മാർച്ച് പകുതിയോട് കൂടിയായിട്ട് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നു. അവർ മെയ് 18 ആയപ്പോഴേക്ക് ബഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് പൂവ് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെലുമ്പോ ന്യൂസിഫറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന താമരയുടെ ഷീഷുൻ ചിൻബാൻ ഇനമാണിത്. 3 തരത്തിലുള്ള സഹസ്രദള പത്മങ്ങളിൽ ശ്രേഷ്ഠമായി പറയുന്ന ഇനമായ അൾട്ടിമേറ്റ് 1000 പെറ്റലാണ് ഇത്. എറണാകുളത്തും തിരുവല്ലയിലും മാത്രം വിരിഞ്ഞ ഈ അപൂർവ ഇനം താമര മലപ്പുറത്തും വിരിഞ്ഞതോടെ കാഴ്ചക്കാരും ആവശ്യക്കാരും ഏറുകയാണ്. ന്യൂസ് 18 തിരൂർ. നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരി കാലത്തെ നമുക്കൊന്നിച്ച് അതിജീവിക്കാം. ഈ ദൗത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്.
കോവിഡ് വാക്സിനേഷന് സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 216 ഗ്രാമങ്ങളിലൂടെ 1,06,000 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്.